പിഷാരടി ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. എതിരഭിപ്രായം വരുമെന്ന് പേടിച്ച് രാഷ്ട്രീയം പറയാതിരിക്കുകയാണ്. പിണറായി വിജയനെതിരെ ശക്തമായിട്ട് വല്ലതും പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് വല്ലതും പറഞ്ഞു. പിന്നെ എങ്ങനെ ജയിക്കണം? പിന്നെ എന്തിന് ജയിപ്പിക്കണം? അപ്പം ആൾക്കാർ എതിർക്കുമെന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുക? ബിഗ് ബോസിൽ പോയ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത? അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത എനിക്കുമുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പൂർണ്ണ അർത്ഥത്തിൽ കേൾക്കാതെ അദ്ദേഹം അതിനെ കുറച്ച് സർക്കാസ്റ്റിക്കലിയും പുച്ഛത്തോടു കൂടിയിട്ടും അദ്ദേഹം ഒരു മറുപടി പറയും. ഞാൻ ആൻഡോ ജോസഫിനോടൊക്കെ ഞാൻ ചോദിച്ചത് പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ടോ? രമേശിന് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ല, പാർട്ടി മത്സരിക്കത്തില്ല, പിന്നീട് കുറച്ച് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചതാണ്. തൃപ്പൂണിത്തറ, പാലക്കാട്, വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ? എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വ്യക്തിവിരോധം. എന്നെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും അയാളുടെ കണ്ണ് നിറഞ്ഞാൽ അതിന് കാരണക്കാരനായ ഒരാളെ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. അബുദാബിയിൽ നടന്ന കൈരളിയുടെ ഷോയിൽ ജോജി ചേട്ടനെ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. അവതാരകൻ രമേശ് പിഷാരടിയാണ്. പലരെയും വിളിച്ചു. അയാൾ വേദിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോഴാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു. സവർക്കറെ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കും? ആ കാല് നക്കിയ ആ ഒരു സംവിധാനം ഉണ്ടല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തന്നെ കാണരുത്. ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും ഈ ബാരിസ്റ്റർ പദവി കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഒരു ഓത്ത് ചൊല്ലണം. ഗാന്ധി ഉൾപ്പെടെ ചൊല്ലിയതാണ്. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിനീത വിധേയദാസരായി ഞങ്ങൾ കഴിഞ്ഞു കൊള്ളാം, ഇത് ചൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് സവർക്കർ. അപ്പം 50-ന് മുമ്പുള്ള സവർക്കറുടെ ഹിന്ദുത്വത്തെ പറഞ്ഞിട്ട് സവർക്കറിലെ രാജ്യസ്നേഹി എനിക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ 50-ന് ശേഷമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസൽമാനെ മതത്തിൻ്റെ പേരിൽ, അയാൾ ആ മതത്തിലായിപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എതിർത്താലും മുന്നിൽ നിന്ന് എതിർക്കാൻ ഞാനും ഉണ്ടാവും. ഇപ്പം ഞാൻ ഷെബിൻ ഷാവൂർ എന്ന് പറയുന്നത് ഞാൻ SDPI കാരനാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് മതേതരത്വം പറയുന്നതിനകത്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ജനാധിപത്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ SDPI കാരനെ, ഞാൻ വർഗീയവാദിയാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഒരു RSS കാരനായിട്ടുള്ള ഒരു വ്യക്തി അയാൾ വർഗീയവാദിയാണ്, വർഗീയതയോട് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എൻ്റെ നേട്ടങ്ങളാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായ ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് 3 നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 4 പേരറിയും, പണം ഉണ്ടാക്കാം. ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ്. ഈ ഷോയിലെ അഭിമുഖം കഴിഞ്ഞ സമയത്ത് എന്നെ എടുക്കരുത് എന്നൊരു തീരുമാനം ചാനലിൻ്റെ തലപ്പത്തുള്ള ചിലർ എടുത്തു. ശരി, അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. ഏറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള, എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഫ്രണ്ടിലുള്ളത്. മറ്റാരുമല്ല, ബിഗ് ബോസ് വിന്നറും ഇപ്പോൾ തൃക്കാക്കര നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ അഖിലേട്ടനാണ്. അഖിലേട്ടാ, നമസ്കാരം. നമസ്കാരം. അഖിലേട്ടാ, എങ്ങനെ പോകുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ? എല്ലാം വളരെ മനോഹരമായിട്ട് പോകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ഒരു ഈശ്വരൻ്റെ തീരുമാനപ്രകാരം സംഭവിക്കുന്നതാണ് ഞാൻ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് മത്സരിക്കാനുണ്ടായതും ഒരു പ്രകൃതിയുടെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിന് ഒരു പ്ലാനുണ്ട്. ഇപ്പോൾ ഈ പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ഈ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളാണ്. അങ്ങനെ നിലപാടിൽ വെള്ളം ചേർക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് നിലപാടല്ലടാ. ഈ നമ്മളെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പലപ്പോഴും ഈ മനുഷ്യർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഒരു വിഭാഗത്തിനൊന്നും നിലപാട് എന്നൊക്കെ പറഞ്ഞ്, നിലപാടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യമൊന്നുമില്ല. ഒരു വിഷയത്തിൻ്റെ സത്യം നിലപാട് ഇരുമ്പിലൊക്കെ ഒന്നുമല്ല, നമുക്ക് മാറാതിരിക്കാം. പക്ഷേ എന്തോ ഇവർ പറയുന്ന നിലപാടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് ഫാക്ട്, ഒരു പർട്ടിക്കുലർ വിഷയത്തിൻ്റെ സത്യത്തിനൊപ്പം നിൽക്കുക, അതാണ് അവിടെ നിലപാടെന്ന് പറയുന്നത്. എവിടെ ഈ ലോകത്തിൻ്റെ കോണിൽ ഏതൊരു വിഷയം നടന്നാലും അതിൽ ശരിയായ സത്യം ആർക്കൊപ്പമാണോ? ചിലപ്പോൾ ഒരു ആൾക്കൂട്ടം സത്യത്തിനെതിരായിരിക്കും. ഒരാളെ ചിലപ്പം നമ്മളുടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഭാഗത്തായിരിക്കും ശരി, പക്ഷേ അയാളെ എല്ലാവരും എതിർക്കുകയായിരിക്കും. അവിടെ നമ്മൾ സത്യം ഇന്നയാളുടെ ഒപ്പമാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളുടെ ഒപ്പം നിൽക്കുക. അപ്പം എൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എന്നും സത്യത്തിനൊപ്പം ചേർന്ന് നിൽക്കുക, വിഷയാധിഷ്ഠിതമായി സംസാരിക്കുക. വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായി ഞാൻ സംസാരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് അനുകൂലമായിരിക്കും, മറ്റൊരാൾക്ക് എതിരായിരിക്കും. അനുകൂലമാവുന്നവൻ എന്നെ സ്വീകരിക്കും, എതിർക്കുന്നവൻ എന്നെ തള്ളിപ്പറയും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ നമ്മൾ ബിഗ് ബോസിലേക്ക് പോയ സമയത്തും ഹൗസിനുള്ളിൽ ഒരു 20 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി, എന്തിനായിരിക്കും തീരെ താല്പര്യമില്ലാതിരുന്നൊരു ഷോയിൽ എന്നെ ഈശ്വരൻ കൊണ്ടിട്ടത്? ഈ ഷോയിലെ അഭിമുഖം കഴിഞ്ഞ സമയത്ത് എന്നെ എടുക്കരുത് എന്നൊരു തീരുമാനം ചാനലിൻ്റെ തലപ്പത്തുള്ള ചിലർ എടുത്തു. ശരി, അങ്ങനെ ഒരു ഇതുണ്ടല്ലേ. അതിന്
പേര് വെളിപ്പെടുത്താൻ പറ്റുമോ? അല്ല അതൊക്കെ അറിയാം, അവർക്ക് ഇന്ന് ചാനൽ ടോപ്പ്. അതായത് ബിഗ് ബോസിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ. അപ്പം അദ്ദേഹത്തിന് ഒരു എതിരഭിപ്രായം ഉണ്ട്. ഞാൻ വേണ്ട കാര്യം എന്റെ ചില രാഷ്ട്രീയ നിലപാടുകളോടൊന്നും പുള്ളി എനിക്കറിയത്തില്ല യഥാർത്ഥ റീസൺ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജയിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ എന്റെ പേര് വെട്ടിക്കളഞ്ഞതാണ്. മാധവൻ സാർ തന്നെയാ പറയുന്നത്. മാധവ് സാറൊന്നും അതിനകത്ത് റോളില്ല. മാധവ് സാറിനൊന്നും ബിഗ് ബോസുമായിട്ടൊന്നും അങ്ങനെ ഉള്ള. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഓരോ ഇൻചാർജ് ഉണ്ടല്ലോ, ഷോ ഇൻചാർജ്. അപ്പൊ ഈ പറഞ്ഞത് അന്ന് ആ ഇന്റർവ്യൂവിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചെടുത്ത് എന്നെ ആ ഷോയിൽ ഉൾക്കൊള്ളിച്ചത് ഒരു പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. അതിൽ ചില മനുഷ്യർ ഭാഗമായി എന്നുള്ളത്. 100%. അങ്ങനെയാണ് ഞാൻ ബിഗ് ബോസിന്റെ ഭാഗമാകുന്നത്. പൊതുവേ ഇപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ അഖിലേട്ടനാണല്ലോ. എന്നും അഖിലേട്ടൻ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ അഖിലേട്ടൻ്റെ മുഖം മാത്രമാണ് പിഷാരടി വേഴ്സസ് അഖിൽമാരാർ എന്നുള്ള രീതിയിലൊക്കെയാണ്. എന്താണ് സാർ പിഷാരടിയുമായിട്ട് എന്താ വിഷയം? ഇടാത്ത ഒരു വിഷയമില്ല. അതെന്താ വിഷയം? ഉള്ള സത്യം എന്തായിട്ട് പറയാം. നിങ്ങളെ പോലുള്ള കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ ഈ കുരുക്കൽ കൊണ്ട് ചാടിച്ചതാണ് സത്യം. അതായത് ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു 2020. എന്തായിരുന്നു മെയിൻ കാര്യം? 2 സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വം തള്ളിപ്പോയതും സെലിബ്രിറ്റീസിനെ പരിഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഞാൻ എൻ്റെ പാർട്ടിക്ക് കേൾക്കേണ്ടി വരുന്നത്. എൻ്റെ പാർട്ടിക്ക് ഒരു ആക്ഷേപം കേൾക്കുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. എന്നോട് സാബു ജേക്കബ് പറഞ്ഞിട്ട് ഡിഫെൻഡ് ചെയ്തതല്ല, പക്ഷേ അതിനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ ആരോപണം വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസിൽ രമേശ് പിഷാരടി മത്സരിക്കുന്നു. ഇനി വ്യക്തിപരമായിട്ട് എനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ, ആക്ഷേപം വരുമ്പോൾ അതിന് എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റും. ബിഗ് ബോസിൽ പോയ അഖിൽമാരാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നൊരു മാധ്യമപ്രവർത്തനം എന്നോട് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള മറുപടിയാണ് ഇദ്ദേഹത്തിന് എന്താണ് യോഗ്യത. അത് പാലക്കാട്ടെ ജനത, ഞാൻ അദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ടേ ഇല്ല അവിടെ. ഞാൻ പറഞ്ഞത് എന്താണ് അതായത് നിങ്ങൾ എന്നെ പരിഹസിക്കുന്ന യോഗ്യത അദ്ദേഹത്തിനുണ്ടോ? ഇനി അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത എനിക്കുമുണ്ട്. അത് പറയുകയും അതിൻ്റെ ഈ ചോദ്യം കട്ടായി. ബിഗ് ബോസിൽ പോയ അഖിൽമാരാരുടെ യോഗ്യത എന്താണ് എന്ന ചോദ്യം കട്ടായിട്ട് രമേശ് പിഷാരടിയുടെ കാര്യം ഞാൻ സംസാരിച്ച് തുടങ്ങിയതായി വൈറലായ കണ്ടന്റുകൾ. സ്വാഭാവികമായിട്ടും ആരോ വിചാരിച്ചു എവിടെയോ മത്സരിക്കാൻ പോയ രമേശ് പിഷാരടിയെ ഞാൻ ആക്ഷേപിക്കാൻ പോയെന്ന്. അപ്പോൾ ഇത് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പൂർണ്ണാർത്ഥത്തിൽ കേൾക്കാതെ അദ്ദേഹം അതിനെ കുറച്ച് സർക്കാസ്റ്റിക്കലിയും പുച്ഛത്തോടു കൂടിയിട്ടും അദ്ദേഹം ഒരു മറുപടി പറയും. വേണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ നമ്പറുണ്ടോ അല്ലെങ്കിൽ എന്താ അഖിലെ എന്നോട് വല്ല പ്രശ്നമുണ്ടോ എന്ന് എന്നോട് പേഴ്സണലി ചോദിക്കാം. അല്ലാതെ ഇപ്പോൾ എനിക്കെന്താ അത് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന പേരൊക്കെ വന്ന സമയത്ത് ഞാൻ ആൻഡോ ജോസഫിനോടൊക്കെ ഞാൻ ചോദിച്ചതാ പുള്ളി മത്സരിക്കാൻ താല്പര്യമുണ്ടോ? രമേശിന് മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ല, പാർട്ടി മത്സരിക്കത്തില്ല എന്നൊക്കെ പറയുകയും ഞാൻ വിചാരിച്ചു ഓക്കെ പുള്ളി മത്സര രംഗത്തുണ്ടാവത്തില്ല, അപ്പോൾ പിന്നീട് കുറച്ച് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിച്ചതാണ്. പിന്നീട് ഇത് അല്ല അതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം ഉണ്ടോ? ഈ ഉറച്ച സീറ്റ് കിട്ടിയാൽ മാത്രമേ മത്സരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെ തൃപ്പൂണിത്തറ, പാലക്കാട്, വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ? യാഥാർത്ഥ്യമല്ലേ ഞാനാ പറഞ്ഞത്? യാഥാർത്ഥ്യമല്ലേ? അതല്ലാതെ ഇപ്പം ഞാനതാണ് നമ്മൾ നേരത്തെ സവർക്കറുടെ കാര്യം പറഞ്ഞത്. ഇൻറ്റൻഷന് ഞാൻ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഉദ്ദേശശുദ്ധി വെച്ചിട്ടാണ് ഞാനൊരു മനുഷ്യനെ വിലയിരുത്തുന്നത്. അത് തന്നെയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ചില ചാരിറ്റി തട്ടിപ്പുകാരെയൊക്കെ ഞാൻ തുറന്നു കാണിക്കുന്നത്. ഉദ്ദേശശുദ്ധി നന്മയല്ല, ഉദ്ദേശശുദ്ധി മാർക്കറ്റിംഗ് ആണ്. അവർ ചെയ്ത് തെറ്റൊന്നുമല്ല, പക്ഷേ ഉദ്ദേശശുദ്ധി മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഞാനൊരു മനുഷ്യനെ അളക്കുന്നത് അവൻ്റെ ഇൻറ്റൻഷൻ എന്നുള്ളതിനെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എനിക്ക് നല്ലതായിട്ടല്ല തോന്നിയത്. സേഫായിട്ടുള്ള ഒരു ലൈഫ് ഇനിയും ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യമാണ് എപ്പോഴും ഒരു സേഫ് സീറ്റിലേക്ക് പോകുന്നത്. സേഫ് സോൺ ആണല്ലോ അവിടെ തിരഞ്ഞെടുക്കുന്നത്. എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വ്യക്തിവിരോധമുണ്ട്. അല്ല ഞാൻ കേട്ടു ജോജു അതെന്താണ്? അത് സത്യത്തിൽ അതിന് ക്ലാരിറ്റി കൊടുത്താൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കാണുന്നവർ മനസ്സിലാക്കട്ടെ ഇത് ഇന്നതാണ് കാര്യം, ഇന്നതാണുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു രാത്രി ജോയിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എനിക്ക് ഭയങ്കര വിഷമമുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം പുള്ളി ഭയങ്കര വിഷമിച്ചാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നെ വിഷമിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് വേണ്ടി ചത്ത് നിൽക്കും. അതെൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ അയാൾ എന്നോട് ഒരിക്കൽ അയാളുടെ കണ്ണ് നിറഞ്ഞാൽ അതിന് കാരണക്കാരനായ ഒരാളെ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാൾ. ഇത് ബിഗ് ബോസിൽ ജുനൈസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ അടി കൊടുക്കും, എന്താ വേണം? അപ്പം ചോദിച്ചാൽ അടിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് അങ്ങനെ ഞാൻ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഇദ്ദേഹം കുറേ നാൾ കാരണം അബുദാബിയിൽ നടന്ന കൈരളിയുടെ ഷോയിൽ ജോജി ചേട്ടനെ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫുൾ ഉത്തരം പറയത്തില്ല, കാരണം ഞാനല്ല അത് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അത് പൂർണ്ണമായും പറയാറ്. ഞാൻ ഇൻസിഡന്റ് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായാൽ മതി. കൈരളിയിലെ അബുദാബിയിൽ വെച്ച് നടന്ന ഈ ഷോയിൽ മമ്മൂക്ക പങ്കെടുത്തിട്ടുണ്ട്, എൻ്റെ അറിവിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ജോർജും അതിനകത്തൊരു അതിഥിയായിരുന്നു.
പക്ഷേ ജോജു ജോർജ് വേദിയിലില്ല. വേദിയിലാണോ സ്റ്റേജിലാണോ? ക്ഷമിക്കണം, സദസ്സിൽ വിളിച്ചില്ല. ഓക്കെ ഓക്കെ. അയാൾ വേദിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവതാരകൻ രമേശ് പിഷാരടിയാണ്. പലരെയും വിളിച്ചു. അദ്ദേഹത്തെക്കാട്ടിയും വളരെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെയും വിളിച്ചു. അദ്ദേഹം എനിക്കൊന്ന് ചന്തു സലീംകുമാറിനെ ഉൾപ്പെടെ വേദിയിലേക്ക് വിളിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ പുള്ളി നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ശ്രദ്ധിക്കപ്പെട്ട, ഇന്ത്യയിൽ തന്നെ ഇന്ന് മലയാള നടന്മാരിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ കൊടുക്കുന്ന ഒരു ആക്ടറാണ്. ഒരുപക്ഷെ ഫഹദ് ഫാസിലിനും ജോജുവിനും മാത്രമാണ് ആക്ടർ എന്ന നിലയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാരുടെ ആരാധന തോന്നിയിട്ടുള്ളൊരു നടനാണ്. ഋഷഭ് ഷെട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ആരാധകനാണ്. അപ്പം ഇദ്ദേഹത്തിന് അത് ഭയങ്കര വിഷമമായി. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോഴാണ് ഇതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നു. എന്തായിരുന്നു? അല്ല, ആ കാരണം ഞാനല്ല പറയേണ്ടത്. അതായത് എങ്കിൽ പോലും കാടടച്ച് വെടിവെക്കുന്ന പോലെ ആവും. അല്ലെങ്കിൽ അല്ല, ജോജുവിനോട് ചോദിച്ചാൽ മതി. ഇനി ബാക്കി ജോജുവിനോട് ചോദിച്ചാൽ മതി. ഞാനിത് ജോജുവിനെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇങ്ങനൊരു കാര്യം അന്ന് തന്നെ വിളിച്ച് പറഞ്ഞതാടാ, നീ ഇതൊന്ന് പറയാമോ എന്ന് ചോദിച്ചതാണ്. നീ എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടായടാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച സമയത്ത് അന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ, ഇന്റൻഷനലി വിളിച്ചില്ല എന്നുള്ളതാണോ? അത് ഒഴിവാക്കി. അതായത് ജോജു ചേട്ടനെ വിളിക്കേണ്ട സമയത്ത് അവതാരനായിട്ടുള്ള രമേശ്, അത് കാരണം അതിന്റെ കാരണങ്ങൾ മലയാള സിനിമയിലുമായി ബന്ധപ്പെട്ട് ചില കാരണങ്ങൾ കൊണ്ട് ജോജു ജോർജിനെ മാറ്റി നിർത്തപ്പെടേണ്ട ചില കാര്യങ്ങളെ വെച്ചിട്ടൊക്കെയാണ് ചില മറ്റുള്ള ചില ആൾക്കാരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ള ചില പുള്ളിക്ക് എപ്പോഴും ഈ വേറൊരാളെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇങ്ങനൊരു സംഭവം റിയലാണ്, ഇത് റിയാലിറ്റിയാണ്. അതിപ്പം അതൊന്നും അല്ല ഈ ഇപ്പോഴത്തെ കാര്യം ഇതുമായിട്ട് ഞാനതൊക്കെ മറന്നുപോയ കാര്യമാണ്. അപ്പം എന്നോട് ഇതൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞതാണ്. ഇപ്പം അതായത് ഈ പിഷാരടിയുടെ മാറ്റർ വന്ന സമയത്ത് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മാധ്യമപ്രവർത്തകർ എനിക്ക് മനോരമയാന്ന് എന്നോട് ചോദിച്ചു, പിഷാരടിയുമായി വല്ല വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ വിരോധം, എനിക്ക് പേഴ്സണൽ വിരോധമൊന്നുമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന് വിഷമം ഉണ്ടായ കാരണക്കാരനായ ഒരാളായിരുന്നു ഇദ്ദേഹം എന്നുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല അഖിലേട്ടാ, ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ പിഷാരടി എന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് അങ്ങനെ മറ്റൊരാളുടെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു കുറച്ച് പേരുടെ താല്പര്യത്തിന് വേണ്ടി ജോജു ചേട്ടൻ ഒഴിവാക്കി എന്നുള്ളതാണോ ആരോപണം? അതായത് ഇനി എല്ലാം നിങ്ങൾ ഇപ്പം ജോജു ചേട്ടൻ ചിലപ്പോൾ മറുപടി ഒന്നും പറയാനൊന്നും വരത്തില്ല, എനിക്കറിയത്തില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആയാലും പുള്ളി അങ്ങനെ അധികം മൈൻഡ് സെറ്റ് ഉള്ള ആളെ കൊടുക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഒരു സത്യമായിരുന്നു. ഇതിപ്പോൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ട. എനിക്കൊന്നും ആ സമയത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, യൂട്യൂബിലോ മറ്റോ ഒക്കെ ദുബായിലുള്ള ആരൊക്കെയോ ഇത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആരോ, ഞാൻ എവിടെയോ ഇത് കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത് അബുദാബിയിലെ ഷോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അപ്പം ജോജു ചേട്ടൻ വിളിക്കാത്തതുകൊണ്ട് അതായത് വേദിയിലേക്ക് വിളിക്കാത്തത് കൊണ്ട് വിഷമിച്ച് പോവാണോ ചെയ്ത്, അതോ ഇറങ്ങിപ്പോവും? അല്ലേ, അതിപ്പോ നോർമലി അങ്ങനല്ലേ. ഇപ്പൊ നമ്മളെ ഒരു സ്ഥലത്തേക്ക് അതിഥിയായിട്ട് വിളിച്ചിട്ട് നമുക്ക് പേഴ്സണൽ ആകല്ലേ അല്ലേ, നമ്മളെ നാച്ചുറലി നമ്മൾ ഇറങ്ങി പോകത്തില്ല, ഭയങ്കര ഇൻസൾട്ട് ഫീൽ വരും. അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ ഇത് അപ്പൊ ഇത് രമേശ് പിഷാരടി അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല. ഒരാളെ അയാൾ അവിടെ ഇരിക്കുന്ന ഇന്നാകറിഞ്ഞൂടെ അവതാരകനായ. അല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഇന്ന പോലെ വിഷമിച്ച് ഇറങ്ങിപ്പോയി. പുള്ളി ഭയങ്കര ഷൗട്ടൊക്കെ ചെയ്തു, അല്ലെ ബഹളമൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് CM ഓഫീസിൽ നിന്ന് വരെ വിളിച്ചിട്ട് അത് ഇത് ചെയ്തതാണ്. CPM അനുഭവം കൂടിയാണല്ലോ ജോജു കോൺഗ്രസ്സുകാരനാണ്. ഇത് കോൺഗ്രസ് വേദിയിൽ അന്നത്തെ ദിവസം നടന്ന ഒരു ഇൻസിഡന്റിനെ അതൊരു ഭയങ്കര അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാർ ഇത്രയും ആക്ഷേപിച്ച് ഇത്രയും തെറി വിളിച്ച് അങ്ങനെ CPM ആക്കി മാറ്റിയതാണ്. ഞാൻ അയാളായിട്ട് നല്ല അടുപ്പുള്ള ഒരാളാണല്ലോ. അയാള് ഉള്ളിൽ തട്ടിയ നല്ല കോൺഗ്രസ്സുകാരനാണ്, അയാളുടെ ഫാമിലി നല്ല കോൺഗ്രസ്സുകാരാണ്. പക്ഷെ കുഴപ്പം പറ്റിയത് പുള്ളി വണ്ടിയിലിരുന്ന സമയത്ത്, അന്നത്തെ വിഷയത്തില് പുള്ളി വണ്ടിയിലിരുന്നപ്പോൾ പുറത്ത് സുഖമില്ലാതെ കുറെ ആരും സാറാ അവർ സമരക്കാരത്ത് പോയി സംസാരിക്കും, ഞങ്ങൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണം, അത് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയ ഒരാളാണ് പുള്ളി. അന്ന് AK സാജനുമായിട്ട് കഥ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടിക്കകത്ത്. അത് ഹോട്ടലിൽ ഡിസ്കസ് ചെയ്താലും വണ്ടിക്കകത്തിരുന്ന് ഡിസ്കസ് ചെയ്താലും ആ കഥ പിന്നെ പുലിമട സിനിമ അതുകൊണ്ട് പുള്ളിക്ക് വണ്ടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. വെളിയിൽ ഗ്ലാസ്സിൽ വന്ന് തട്ടിയിട്ട് ജോജു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇദ്ദേഹം പോയി പറഞ്ഞാൽ ചിലപ്പം ഈ ബ്ലോക്ക് ഒഴിവായി കിട്ടും. അത് പറയാൻ പോയതാ, പക്ഷെ ഇറങ്ങിപ്പോയപ്പോ തങ്കച്ചേട്ടൻ പോയാണൊക്കെ പോയത്. പുള്ളിയുടെ ഈ ഒരു പെട്ടെന്നുള്ള അതൊരു സത്യത്തിൽ പിന്നെ ഞാനൊക്കെ കോൺഗ്രസ് അനുഭവം, ഞാനൊക്കെ ജോജു ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ല, അതൊക്കെ നമ്മള് അനാവശ്യമായിട്ടുണ്ടായ സമരങ്ങളാണ്. പക്ഷെ പിന്നീട് ഷിയാസൊക്കെയും അവരൊരുമിച്ച് പഠിച്ചതെങ്ങാണ്ട് അവർ ഭയങ്കര കൂട്ടുകാരാ. അല്ല, ഇതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് അന്നേ എന്നെ വിളിച്ച് പറഞ്ഞതാണ്,
പിന്നെ ആ സമയത്ത് ഞാൻ വേറെ കുറേ തിരക്കും, പിന്നെ നമ്മളിനി ഇതിനകത്ത് ഇപ്പം അവർ പോയ വിഷയമല്ലേ, ഞാൻ അഭിപ്രായം പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വിട്ടൊരു മാറ്ററാണ്. ഇപ്പം എന്നോട് ഇങ്ങനെ ഞാൻ ഈ ചോദ്യങ്ങൾ കണ്ടുള്ള ഒഴിഞ്ഞു മാറുന്ന ഒരാളല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി പറയും. വിരോധം വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണൽ വിരോധമൊന്നുമില്ല. പക്ഷേ മുമ്പൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിന് വിഷമം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് തോന്നുന്നത്, പാലക്കാട് എന്താണ് അവസ്ഥ? രമേശ് പിഷാരടി ജയിക്കുമോ? അങ്ങനെ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കൃത്യമായിട്ട് പ്രവചനം നടത്തിയ ആളാണ്. അതുപോലെ പുതുപ്പള്ളി ഇലക്ഷൻ ആണെങ്കിലും അത്യാവശ്യം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ നോക്കി കണ്ടിട്ട് ഇതെങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള. എൻ്റെ ഒരു ഊഹം വെച്ച് ഒരു 10,000 വോട്ടിന് മുകളിൽ ജയിക്കും, 10,000+ വോട്ടിന് ജയിക്കും. ഞാൻ ഈ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വിലയിരുത്തുന്നത്? ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ മഹാത്ഭുതം പോലെ സംഭവിച്ചിട്ടുള്ള റിസൾട്ട്. മഹാത്ഭുതം പോലെ ഈ ലോക്സഭ എൻ്റെ ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അല്ല, ലോക്സഭ കേരളത്തിൽ ഓക്കെ, കാരണം അത് കേരളത്തിലല്ല, ഞാൻ ഇന്ത്യയിൽ പ്രവചിച്ച 243 സീറ്റ് എന്താ ഇന്ത്യ സഖ്യത്തിനും 290 ഞാൻ സത്യത്തിൽ ഇവർക്ക് അത്രയൊന്നും കിട്ടുന്നു. കാര്യം ഉത്തർപ്രദേശിൽ BJP ഇത്രയും താഴെ പോകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അതേ ഉള്ളായിരുന്നു എൻ്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുക. പക്ഷേ നമ്മുടെ പാലക്കാട്ട് നമ്മൾ സീറ്റോ അല്ലെങ്കിൽ അതിനെക്കാട്ടി എല്ലാം ഉപരി പാലക്കാട് പൊളിറ്റിക്കലി ഭയങ്കര അഗ്രസീവായൊരു പ്ലേസാണ്, കോൺഗ്രസിലും BJPയിലും. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ പൊതുവെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ച് വോട്ട് ഭയങ്കരമായി വർദ്ധിപ്പിച്ചിട്ടുള്ള BJPയുടെ തന്നെ വൺ ഓഫ് ദ ഫയർ ബ്രാൻഡ് ലേഡി എന്ന് ഇന്ത്യയിൽ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ വിശ്വസിക്കുന്നത്, സത്യം പറഞ്ഞാൽ കേരളത്തില് വനിതകളിൽ ഇത്രയും കഴിവുള്ള വേറൊരു ലേഡിയില്ല. ഈ BJPയിലായി പോയതുകൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റാതെ പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ല, അത് നമ്മൾ ഒരർത്ഥത്തിൽ അവരുടെ നമ്മളിപ്പം അവർ ആ പാർട്ടിയിൽ പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ പറ്റത്തില്ല എന്ന് വിശ്വസിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അവർ ഇത്രയും കാലം തീർച്ചയായിട്ടും. നമ്മളിത് പഴയ RSSകാരെയൊക്കെ പറ്റി പറയുമ്പം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ പോരാടി ഇവരൊക്കെ പഞ്ചായത്ത് മെമ്പർമാർ പോലും ആവുന്നൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ ഒരു വീറും വാശിയും മറ്റൊരർത്ഥത്തിലാണ്. അപ്പം രണ്ടായാലും പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്ന രാഷ്ട്രീയത്തിനൊപ്പം സംസാരിക്കാൻ പിഷാരടിക്ക് കഴിയണമില്ല. പിഷാരടി ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. എതിരഭിപ്രായം വരുമെന്ന് പേടിച്ച് രാഷ്ട്രീയം പറയാതിരിക്കുകയാണ്. പിണറായി വിജയനെതിരെ ശക്തമായിട്ട് വല്ലതും പറഞ്ഞു, നരേന്ദ്രമോദിക്കെതിരെ ശക്തമായിട്ട് വല്ലതും പറഞ്ഞു, എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെന്താണ്? പിന്നെ എങ്ങനെ ജയിക്കണം? പിന്നെ എന്തിനു ജയിപ്പിക്കണം? അപ്പം ആൾക്കാർ എതിർക്കുമെന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുക? അവിടെ അപ്പുറത്ത് BJPയിൽ നിന്നും തീയും പുകയും പോലെ ടക്കനെന്ന് പറയുന്ന സാധനം അപ്പുറത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക. റസാഖ് പോലും അയാൾ വളരെ ആക്റ്റീവായിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തോൽക്കുമെന്നുള്ളൊരു ഭയം കോൺഗ്രസ്സിന് അവിടെ വന്നതുകൊണ്ടാണ് ഡീലാരോപണം എടുത്തിട്ടത്. ഈ ഡീലാരോപണം സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാര്യം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വോട്ട് കൂടി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ മതം നോക്കി വോട്ട് ചെയ്യുന്നവരാണ് ഇവർ പറയുക. ചെയ്യാൻ പാടില്ല. ഞാൻ ആ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ജയത്തിൻ്റെ തോൽവിയെക്കാട്ടിയും കൂടുതലും തോൽക്കുമെന്നുള്ളൊരു ഭയം വലിയ രീതിയിൽ ഇവരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയം പറയട്ടെന്നേ, പിണറായി ശക്തമായിട്ട് പറയാം. പിണറായി വിജയന് മാത്രമല്ല, അവിടെ BJP RSSനെതിരെയും ശക്തമായിട്ട് വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ട് അവരുടെ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറ, ശക്തമായിട്ട് അറ്റാക്ക് ചെയ്ത് സംസാരിച്ച് ഉരുളക്കുപ്പേരി പോലെ ഇവർക്ക് മറുപടി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പേര് കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്കറിയത്തില്ല, നീ വല്ല കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ അങ്ങനെ ഒരു സീറ്റ് ഇവർ തരുവാണെന്നുണ്ടെങ്കിൽ നിയമം ധർമ്മടം. ഞാൻ പറഞ്ഞതാണ് അവരോട്. എനിക്കൊരു സിറ്റിംഗ് സീറ്റിലും ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല ഇവരായിട്ടൊക്കെ അടുപ്പമുള്ള സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞത് പരിഗണിച്ചാൽ കൊട്ടാരക്കര ഐഷാപോറ്റി വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ എന്തായാലും ഐഷാപോറ്റിക്ക് സീറ്റ് കൊടുക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ പരിഗണിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ജനങ്ങളെ സേവിക്കുക, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കോൺഗ്രസ് ആണ് എനിക്കൊരു അവസരം തരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നേമത്ത് സീറ്റ് തന്നു, അല്ലെങ്കിൽ ധർമ്മടത്ത് സീറ്റ് തന്നു. ധർമ്മടത്തൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യപ്പെടുകയാണ്. പ്ലേസ് ചെയ്യപ്പെടുന്നവന് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് ആ അവസരം തരുന്നത് 2020 ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് 2020യുടെ ലക്ഷ്യം എന്താ? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരുടെ പ്രവർത്തനം സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുക, അതിനുവേണ്ടി അവരുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. 2020യുടെ ആശയം സ്വീകരിക്കുന്നതിൽ എനിക്ക് ഒരു തടസ്സവുമില്ല. നീ ഒരു മാധ്യമപ്രവർത്തനമാവാൻ ആഗ്രഹിക്കുന്നു, നീ ഏഷ്യാനെറ്റിൽ പോയി ചോദിക്കുന്നു, നിന്നെ ഏഷ്യാനെറ്റ് എടുക്കുന്നില്ല.
നീ 24-ൽ പോകുന്നു, റിപ്പോർട്ടറിൽ പോകുന്നു, മറ്റു പല സ്ഥലങ്ങളിലും പോകുന്നു, ഇവരാരും നിന്നെ എടുക്കുന്നില്ല. പക്ഷേ നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഒറ്റയ്ക്കൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുത്തനും വില തരുന്നില്ല എന്നൊരു നിനക്കൊരു തോന്നൽ. അപ്പം പിന്നെ ഒരു ഓൺലൈൻ, അപ്പം നോക്കുമ്പോൾ ഒരു വലിയൊരു ഓൺലൈൻ ചാനൽ, അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചാനൽ നിന്നെ വിളിച്ചാൽ നിനക്ക് അതിൽ പോയാം. അവരുമായിട്ട് കംഫർട്ടായിട്ട് അവിടെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ലക്ഷ്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ആ ചാനൽ നിന്നെ സഹായിക്കുന്നിടത്തോളം കാലം നിനക്ക് പിന്നെ തീർച്ചയായിട്ടും അത് അവർ ചെയ്യുന്നില്ല. അതല്ല മറ്റൊരർത്ഥത്തിൽ പോകണമെങ്കിൽ പോകാം. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം, നമുക്ക് ഗുണമുണ്ടാവണം. അതാണോ നമ്മുടെ നേട്ടങ്ങൾ? അതേ നമ്മുടെ നേട്ടങ്ങളല്ല. എൻ്റെ നേട്ടങ്ങളാണ് ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായും ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് 3 നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ്. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 4 പേരറിയും എന്നുള്ള ഒരു ഗുണം. 2 പേരും പ്രശസ്തി. ആദ്യത്തത് 2 പണം ഉണ്ടാക്കാം എന്നുള്ള ചിന്ത. ഇത് റിയാലിറ്റി ഒന്നുമല്ല. പല സ്ഥാനാർത്ഥികളും കടത്തിൻ്റെ മേളിൽ കടത്തിലുമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതൊക്കെ വെളിയിൽ നിന്നുള്ള ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. 3 അധികാരം. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങളും എനിക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ട്. പ്രശസ്തിയായാലും 4 പേർ അറിയുന്ന നിലയിലായാലും ദൈവം എനിക്ക് ചിലവർ തൊട്ടൊക്കെ അറിയാം. അത്രേ ഉള്ളൂ. പണം ആവശ്യത്തിൽ അധികം ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ജീവിക്കാനുള്ളതുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്, ഉണ്ടാക്കാനുള്ള ശേഷിയുമുണ്ട്. അത്യാവശ്യം മാന്യമായ ഒരു ജീവിതം ജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഭയമില്ല. ഇനി ഇപ്പം സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ മേഖലകളാണ് ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പുൾ ഓഫ് ചെയ്യാനും പറ്റും. എല്ലാ വർഷവും 4 പേര് ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ട്. കാര്യം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എല്ലാ വർഷവും നടക്കും, KCL പോലത്തെ ലീഗ് എല്ലാ വർഷവും നടക്കും, ഈവൻ ബിഗ് ബോസ് എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷത്തെ ബിഗ് ബോസ് വരുമ്പോഴും അതിലൊക്കെ തന്നെ ഞാൻ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ വർഷവും ചർച്ചയാവാനുള്ള എൻ്റെ പിന്നെ ഞാൻ പൊതുവിഷയങ്ങൾ ഇടപെടുന്ന ആളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ എനിക്കൊരു പ്രയാസമില്ല. 3ാമത്തെ സാധനമാണ് അധികാരം. അധികാരം കിട്ടിയിട്ട് എനിക്കൊരു ഈ 2 സാധനം ഉണ്ടാക്കാനല്ല. അധികാരം എന്തിനാ? ജനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ പവർഫുള്ളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പേസിന് വേണ്ടി മാത്രമാണ് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത്. എല്ലാ കാലത്തും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാളെ മാറണം എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിലും അവർക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും അവർക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തിനും നേരെ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാശ് വാങ്ങിയുള്ള ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയയിൽ പൈസ കൊടുത്തുള്ള ക്യാമ്പയിൻ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സന്തോഷം. തൃക്കാക്കരയിലേക്ക് ഞാൻ എത്തിയതൊരു നിയോഗം പോലെ സംഭവിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ടായിരുന്നു. ചില കാരണങ്ങൾ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ വിഷമിപ്പിച്ചത് തന്നെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഗുണകരമായി മാറിയിട്ടുണ്ട്. വിപരീത രാജയോഗം എന്നൊരു ഫലം എൻ്റെ ജാതകത്തിലുണ്ടെന്ന് പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോഴും കൊട്ടാരക്കര മത്സരിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. അതുകൊണ്ടാണ് എനിക്ക് ഓർക്കുന്നുണ്ട് കൊട്ടാരക്കര ഇങ്ങനെ അഖിലേട്ടൻ്റെ പേര് വരുന്ന സമയത്ത് അഖിലേട്ടനെ വിളിച്ചിട്ടുണ്ട്. അഖിലേട്ട എങ്ങനെയാ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അഖിലേട്ടൻ പറയുന്നത് എടാ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അത് ചിലപ്പോൾ മേ ബി സംഭവിക്കാം, അതേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ കൊട്ടാരക്കരയുടെ ഞാനും വിചാരിച്ചു ശരിയാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോസ്റ്റൊക്കെ ഇട്ടാ, പോസ്റ്റല്ല ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടാ, അഖിലേട്ടനെയൊക്കെ പരിഗണിക്കണം, കാരണം ഇത്ര നിലപാടുള്ളവരൊക്കെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഇട്ടാ. അന്നേരം ഞാനന്ന് ആഗ്രഹിച്ചു. കാര്യം എൻ്റെ നാട്ടിൽ പല ആൾക്കാരും നമ്മളെ പലപ്പോഴായിട്ട് വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഒരു ഒരു സെലിബ്രിറ്റി എന്നോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി എന്നോ നിലയിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് പൊളിറ്റിക്സ് തരും, ഒരു രാഷ്ട്രീയ പാർട്ടി തരും. അധികാരത്തിൻ്റെ അല്ല, പക്ഷേ ഇപ്പോഴൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സ്പേസ് നമുക്ക് നമ്മളെ കൂടുതൽ കുറച്ചുകൂടെ കരുത്തനാക്കും. ഇതൊന്നുമില്ലാതെ തന്നെ ആവശ്യത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തണം എന്നൊരു ചിന്ത വരുന്നത്. രണ്ടായാലും തൃക്കാക്കരയിലേക്ക് വരുന്നതൊരു നിയോഗമാണ്, അതിനൊരു റീസൺ ഉണ്ടാവും. ഇതേപോലത്തെ തോന്നലായിരുന്നു ബിഗ് ബോസിലും തോന്നിയത്. പോണ്ട എന്ന് കരുതി എന്നെ അവിടേക്ക് എത്തിച്ചതും ജയിപ്പിച്ചതും പ്രകൃതിയാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു ദൈവമാണ്. തീർച്ചയായിട്ടും ഇപ്പം ഇതിനകത്ത് 2 രസകരമായ കാര്യം പറയാം. ഈ ബിഗ് ബോസിൽ ഞാൻ ജയിക്കാനുള്ള കാരണം ജനങ്ങളാണെന്ന് പറയുമ്പം അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? സത്യം അകത്തുള്ളവർ കാണുന്നില്ലെങ്കിലും പുറത്തുള്ള ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് സത്യമെന്ന് വെളിയിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങൾ കണ്ടു. ഇപ്പം ഞാനും ഷിബിനും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഷിബിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ അരമണിക്കൂർ സംസാരിക്കുന്നതിൻ്റെ 30 സെക്കൻഡ് ഷിബിനും കേട്ടോളെങ്കിൽ ഞാൻ പറയുന്ന വാക്ക് കേട്ടില്ല, 30 സെക്കൻഡാണ് പ്രചരിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതാണ് സത്യമെന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ പ്രചരിക്കുന്നത്. പക്ഷേ ഈ കേരളം എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിലൊരു ഈശ്വരനും കുറേ ദൈവങ്ങളും കുറേ ആൾക്കാരും ഇരുന്ന് ഇങ്ങനെ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ മലയാളികളെ കാട്ടിക്കൂട്ടുന്ന ബിഗ് ബോസ് ഷോ ഇങ്ങനെ പുറത്തിരുന്ന ഒരാൾ കാണുകയാണല്ലോ. ആ പുറത്തിരുന്ന് കാണുന്ന ദൈവങ്ങളെല്ലാം എനിക്ക് വോട്ട് ചെയ്യും. കാരണം എനിക്കെതിരെ പലരും പറയുന്നതിനകത്ത് സത്യമില്ല എന്നും ഈ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന പലതിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ
പുറത്തുള്ളവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ ആ ഈശ്വരൻ്റെ തീരുമാനം തൃക്കാക്കരയിൽ നടപ്പിലാവും. മെയ് 4-ാം തീയതി അത് വോട്ടെണ്ണി കഴിയുമ്പോൾ അറിയും. ഒരു പക്ഷേ BJP-യോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020 ആൾക്കാർക്കും തൃക്കാക്കര ഉള്ള എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട്. പുറത്തുള്ള ഒരാൾക്കും മനസ്സിലായിട്ടില്ല, മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ആരും ശ്രദ്ധിക്കാൻ പോലും പോകുന്നില്ല. പക്ഷേ എഴുതി വെച്ചോ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 15 വർഷം ഭരിച്ച കോൺഗ്രസിനെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ഉദിച്ചു വന്നത് കണക്ക് 2020-യുടെയും NDAയുടെയും സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്ന ഒരു നിമിഷം അന്ന് മാധ്യമങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ. സവർക്കർ എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കും? ശിവനെ ഇതിനകത്ത് ഇതിൻ്റെ പ്രശ്നം 1950 മുമ്പ് മതേതരത്വം ഉണ്ടോ ഇന്ത്യയിൽ? എന്താ മതേതരത്വം ഇല്ലേ? ഇന്ത്യ മതേതര രാജ്യമല്ല. ഒഫീഷ്യൽ 50 മുമ്പ് 47 നമുക്ക് ആ സമയത്ത് ഈ സവർക്കർ ഹിന്ദുത്വം പറഞ്ഞതിലോ, അയാൾ അന്നത്തെ ഇന്ത്യയില് പാകിസ്ഥാനിലെ മുസ്ലിംസ് മൊത്തം ഇവിടെ കിടക്കുകയല്ലേ. അതായത് ഇന്ത്യ സ്പ്ലിറ്റായി പോയപ്പോൾ അപ്പൊ ഈ മുസ്ലിമിനെ ആണോ പുള്ളി എതിർത്തത്, ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് നിന്ന മുസ്ലിമിനെയാണ് എതിർത്തതെന്ന് എനിക്കോ ഷെബിനോ അറിയാവോ? അത് ടോപ്പിക്കാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ എതിർക്കുന്ന വശം ഞാൻ ആദ്യം പറഞ്ഞതാണ്. അല്ല, ആത്യന്തികമായിട്ട് അല്ല, ഞാൻ മതപരമായിട്ട് മാത്രമല്ല എതിർക്കുന്നത്. സവർക്കറിന്റെ ആ കാല് നക്കിയ ആ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ അതിനെ കാണരുത്. ഞാൻ എല്ലാവരും മാപ്പപേക്ഷിക്കാന്ന് പറയുന്നത് അങ്ങനല്ല ഷിബിനെ. അതിൻ്റെ എനിക്ക് ഭയങ്കര വിഷമമുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് ചില വിഷയങ്ങളിൽ റിയാക്ട് ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ പറയുന്നത് ലോജിക്കലി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇദ്ദേഹം നമ്മളെ ബാലഗംഗാധര തിലകന്റെ അദ്ദേഹം ഈ കോൺഗ്രസിൽ 2 വിഭാഗം ഉണ്ടല്ലോ. ഇദ്ദേഹം കുറച്ചുകൂടെ ഹൈപ്പർ ആക്റ്റീവ് കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് ഉള്ള, മറ്റേത് അഹിംസയും പറയുന്ന ഒരു വിഭാഗം. ഇവിടുത്തെ തിലകന്റെ സ്ട്രോങ് സ്വദേശീവൽക്കരണവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ബ്രിട്ടന്റെ സാധനങ്ങൾ കോളേജിൽ പഠിച്ച കാലത്തിട്ട് കത്തിച്ച ആദ്യത്തെ നേതാവാണ് സവർക്കർ. ആദ്യത്തെ ചരിത്രമാണ് ബംഗാൾ. അതിനുശേഷം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തുപോയി, ബാരിസ്റ്റർ പദവി കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ പോയി. ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും ഈ ബാരിസ്റ്റർ പദവി കിട്ടണമെങ്കിൽ ലാസ്റ്റ് ഒരു ഓത്ത് ചൊല്ലണം. ഗാന്ധി ഉൾപ്പെടെ ചൊല്ലിയതാണ് ഈ ഓത്ത് ഓഫ് എലീജിയൻസ് എന്നോ മറ്റോ ആണ് എൻ്റെ പേര്. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിനീത വിധേയദാസരായി ഞങ്ങൾ കഴിഞ്ഞു കൊള്ളാം, ഇതാണ് ആ ഓത്ത്. ഇത് ചൊല്ലാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് സവർക്കർ. അതിൻ്റെ പേരിൽ ബാരിസ്റ്റർ പദവി കിട്ടാത്ത ആളാണ് ഇദ്ദേഹം. അവിടെ ഇപ്പം ഈ 12 വർഷക്കാലം ഒരാൾ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ കിടന്നതിൻ്റെ റീസൺ മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ഗാന്ധിയും നെഹ്റു ഉൾപ്പെടെ പലരും ജയിലിൽ കിടന്നിട്ടുണ്ട്. അവരുടെ ജയിലുകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സീറ്റ് റൂം എന്നൊക്കെ പറയാൻ പറ്റുന്ന ജയിലിൽ തന്നെ റൂം പ്ലസ് ലൈബ്രറി പ്ലസ് കട്ടിൽ ഇതൊക്കെ ഉള്ള റൂമുകളാണ് ബ്രിട്ടൻ ഒരുക്കി കൊടുത്തത്. സവർക്കറെ അതിക്രൂരമായ രീതിയിൽ ഒറ്റയ്ക്കൊരു സെല്ലിലിട്ട് അടക്കുകയും ഈ പറയുന്ന 12 പേർ വലിച്ച് കറക്കുന്ന ചക്ക് ഒറ്റയ്ക്ക് വലിച്ചൊരാളെ കറക്കണമെങ്കിൽ ബ്രിട്ടൻ ഇയാൾ എത്രത്തോളം ഒരു ശല്യമാണെന്ന് തോന്നിക്കാണും. അങ്ങനെ ഒരാളെ ഗാന്ധി പോയി കാണുന്നു. സവർക്കർ ഇവിടെ കിടന്നിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തുകൊണ്ടാണ് കിറ്റക് സാബു 2020-യിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് 2020-യിൽ NDAയിലേക്ക് വരാൻ കാര്യം? ഒറ്റയ്ക്ക് നിന്നാൽ നിന്നെ എല്ലാവരും നശിപ്പിക്കും. നിന്നെ ഈ നാടിന് ആവശ്യമാണ്. ഇപ്പം അഖിൽമാരോട് ഒരാൾ പറയുകയാണ്, അടാ നീ പല വിഷയങ്ങളും എതിർക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തിട്ട് കാര്യമില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഏതെങ്കിലും പാർട്ടി ചേര്, അത് നീ ഇഷ്ടമുള്ള പാർട്ടി ചേര്. അന്നേരം ശരിയാണ്, നമ്മളെ ചിലപ്പം കുറച്ചുപേർ എതിർക്കും. അതേ കണക്ക് ഗാന്ധിയും വന്നിട്ട് നീ ഇതിനകത്ത് കിടന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ രാജ്യത്തിന് നിന്നെ ആവശ്യമാണ്, ഇറങ്ങാനുള്ള മാർഗങ്ങൾ നോക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയാം അടവ് നയം സ്വീകരിക്കുക എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാം. ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം കോടതിക്കകത്ത് കയറി ശരി ഞാനാണ് അവനെ തല്ലിയത് എന്ന് ആ ലോകത്താരെങ്കിലും പറയൂ? ആ നിമിഷം ശിക്ഷിക്കും ജഡ്ജി. തല്ലിയത് നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളകത്ത് കയറിയിട്ട് എനിക്കറിയത്തില്ല എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പുറത്തിറങ്ങിയെങ്കിലേ നമ്മളെ കുടുംബത്തിലെ. പക്ഷെ അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ല, അതിനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ അതിലിടാ. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം എന്താ പറയുക അഗ്രസീവായിട്ട് ബ്രിട്ടനെ എതിർക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത് നിങ്ങൾ ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്ത് സമയം കളയാതെ എന്നാ പറയുന്നത്. എവിടെ നിങ്ങൾ ഗോൾവാക്കർ പറയുന്നത് പോലെ തന്നെ ആ ആശയം പിന്തുടർന്ന ആളാണല്ലോ, ആശയം പിന്തുടർന്ന ആളാണല്ലോ. എല്ലാം 25-30 അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ എന്താ മഹാത്മാവിനെ ഞാൻ കൊലപാതകം ചെയ്തതിൽ ഒരു പ്രതി കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായി, നിന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു, നീ എന്നോട് മാപ്പും പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നീ എന്നാ പൊക്കോ. നീ ഇതും പറഞ്ഞ് പോയിട്ട് പുറത്തോട്ടിട്ട് എന്നെ 4 പേർക്ക് അങ്ങ് വരിക്കുക.
ഇത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? സവർക്കർ പിന്നെ അതാ ചെയ്തത്. ഇയാൾ ഇറങ്ങിയിട്ട് പിന്നെ ബ്രിട്ടീഷുകാരെ അടിക്കാനേ പോയത്, സ്വാഭാവികമായിട്ടുമാർ പിന്നെയും പിടിച്ചില്ലാക്കി. അങ്ങനെ 10-25 വർഷക്കാലം ഈ തടങ്കലിലും വീട്ടുതടങ്കലിലുമായിട്ട് കിടന്ന ഒരാളായിരുന്നല്ലോ പുള്ളി. അപ്പം അങ്ങനെ ഒരാളെ നമ്മൾ രാജ്യസ്നേഹി അല്ലെങ്കിൽ സ്വാതന്ത്ര്യസമര സേനാനി അല്ല എന്നും അയാൾ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരൊറ്റ ആശയം അയാൾ അക്കാലത്ത് എടുത്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും വെറുക്കപ്പെട്ടതായിട്ട് മാറിയത്. എല്ലാവരെയും അങ്ങനെയാ. എന്താണെന്നറിയോ, ഈ മോദി ആണെങ്കിലും ഇപ്പം സുരേഷ് ഗോപി നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഹിന്ദുത്വ ആശയമില്ല, ഇല്ല, വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മോദി അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കൊച്ചായിട്ട് കാണുന്നില്ല. പക്ഷെ അദ്ദേഹമൊക്കെ വർഗീയതയോട് സന്ധി ചെയ്യുക. അല്ല, അപ്പം ബാക്കിയുള്ള എല്ലാ നല്ല ഗുണങ്ങളും അതാണ് ഞാൻ പറയുന്നത്. ഈ ബാക്കിയുള്ള എല്ലാ നല്ല ഗുണം, ഇപ്പം ഞാൻ ഷെബിൻ ഷാവൂർ എന്ന് പറയുന്നത് ഞാൻ SDPI കാരനാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് മതേതരത്വം പറയുന്നതിൻ്റെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ജനാധിപത്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ SDPI കാരനെ, ഞാൻ വർഗീയവാദിയാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഒരു RSS കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ അയാൾ വർഗീയവാദിയാണ്, വർഗീയതയോട് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ല, അത് ഈ നമ്മൾ ഈ വർഗീയത എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ഇപ്പം RSS രാജ്യത്ത് ചെയ്ത വർഗീയതകൾ ഒരു സിസ്റ്റത്തിൻ്റെ പേരിൽ നടപ്പിലാക്കിയെന്ന് എപ്പോഴും പറഞ്ഞു വരുന്ന ഒരു ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ മാത്രമാണ്. കലാപമുണ്ട്, ഒരുപാട് കലാപങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ RSS ചെയ്തിട്ടുള്ളതാണ്. CPM-മാർ പള്ളി പൊളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് മുസ്ലിം മലബാർ മേഖലയിലുള്ള ആൾക്കാർ അത് വർഗീയ കലാപമല്ല, ചിലതൊക്കെ പൊളിറ്റിക്കലാണ്. അപ്പം രാഷ്ട്രീയത്തിനുള്ളിലേക്ക് മതം കടന്നു വന്നതോടുകൂടി ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സംഭവം നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് നമ്മൾ എടുത്തു നോക്കണം. ജാതീയമായിട്ട് കൂടുതൽ ആൾക്കാരുള്ള മേഖലയിൽ ആ ജാതിയിൽപ്പെട്ടവനെയാണ് മത്സരിപ്പിക്കുന്നത്. മതപരമായി കൂടുതലുള്ള ആൾക്കാരുള്ള മേഖല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരുന്നൊരു പരിപാടിയാണത്. അങ്ങനെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഉത്തരേന്ത്യൻ മണ്ണിൽ ഹിന്ദുക്കളെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചാൽ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് BJPക്ക് തോന്നിയതിലോ അതിനു വേണ്ടിയിട്ട് അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞതിലോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല. കാര്യം മറ്റുള്ളവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതുമൂലം ഒരു ഇതര സമുദായത്തിന് ദോഷമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം 13 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്നത് ഓൾമോസ്റ്റ് അപ്രമാദിത്യത്തിലാണ്. പിന്നെ തീർച്ചയായും ഇപ്പം റീസെൻ്റ് ആയിട്ടാണ് കുറച്ചെങ്കിലും സീറ്റ് നഷ്ടപ്പെട്ടത്. അത് സംസ്ഥാന ഭരണം അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന് അയാൾ വിചാരിച്ച പലതും ഈ രാജ്യത്ത് നടക്കും. ഇവിടുന്ന് ഏതെങ്കിലും ഒരു മുസൽമാന് ഷെബിൻ്റെ അറിവിൽ ഈ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെട്ട് വേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അതിനുള്ള ശ്രമങ്ങൾ ഇപ്പം നടത്തുന്നുണ്ടല്ലോ. ഏതാണ്? ഇപ്പം NRC CAA ഒക്കെ ആണെങ്കിലും ഒരു സമുദായത്തെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതെന്ന് പറയുമ്പോൾ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മളെ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് രാജ്യമാരുടെയാണ്? നമ്മുടെ എല്ലാവരുടെയാണ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയുമാണ്. പക്ഷെ പുറം രാജ്യക്കാരൻ്റെ അല്ലല്ലോ. അതല്ല, പാകിസ്ഥാൻ ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലോ ഒരു ബംഗ്ലാദേശ് ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പല ആൾക്കാരും ഏതെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇവർക്ക് രേഖകൾ കാണത്തില്ല. അപ്പം നമ്മുടെ രാജ്യത്തെ ഒരു സിസ്റ്റമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കും. അപ്പോൾ അത് ഇപ്പോഴത്തെ ഈ രാജ്യത്തെ, ഞാൻ അതാ പറഞ്ഞത്, സവർക്കർ അന്ന് പറയുമ്പോൾ സവർക്കറിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയ ഇന്ത്യ വിരുദ്ധ മനോഭാവം ഉള്ള ചില മുസ്ലിംസ് ആയിരിക്കും. അവരെയാണോ എതിർത്തത്? അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, മുസ്ലിം സുഹൃത്ത് ഒരുപക്ഷെ കാണും. ആ രണ്ടുപേരും കൂടെ ചേർന്നാണ്. നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ 50-ന് മുമ്പുള്ള സവർക്കറുടെ ഹിന്ദുത്വത്തെ പറഞ്ഞിട്ട് സവർക്കറിലെ രാജ്യസ്നേഹി എനിക്ക് തള്ളിക്കളയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും വർഷം ജയിലിൽ കിടന്ന ഒരാളെ ഞാൻ സ്നേഹിക്കുന്നു. അതുമാത്രമാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ 50-ന് ശേഷമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസൽമാനെ മതത്തിൻ്റെ പേരിൽ, അയാൾ ആ മതത്തിലായിപ്പെട്ടതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ എതിർത്താലും മുന്നിൽ നിന്ന് എതിർക്കാൻ ഞാനും ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഈ NRC CAA എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഇപ്പം അഖിലേട്ടൻ പറഞ്ഞു, അതായത് പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറിപ്പാർത്ത ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ മുസ്ലിം ആണെങ്കിൽ മാത്രം അയാൾ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിൻ്റെ പുറത്ത് പോവുകയും ബാക്കിയുള്ള 6 ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ഒരു തമിഴ് വംശജനായിട്ടുള്ള ഒരു ഹിന്ദു വ്യക്തിക്ക് ഇവിടെ പൗരത്വം കിട്ടും. അതുപോലെ ജൈനനാണെങ്കിലും പാഴ്സിക്കാണെങ്കിലും സിഖനാണെങ്കിലും മറ്റുള്ള ഏത് മതത്തിലുള്ള ക്രിസ്ത്യാനാണെങ്കിലും ഏത് മതത്തിലുള്ളവരും കിട്ടും. ഒരു മതത്തിനെ മാത്രം ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. ശ്രീലങ്കയിൽ ഈ മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ആരാണ്? അവർ തമിഴ് വംശജരാണ്. അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അതായത് തമിഴ് പുലികളൊക്കെ ഒരുപാട്. നമ്മൾ കൊടുത്തേക്കുന്ന ഒരു പരിഗണന മതപരമായ വിവേചനം നേരിടേണ്ടി വന്ന മറ്റ് രാജ്യങ്ങളിലെ സമുദായങ്ങൾക്ക് നമ്മൾക്ക് ഈ പരിഗണന കൊടുക്കുമ്പോൾ പാകിസ്ഥാനിലെ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അവിടെ മതപരമായ? ശ്രീലങ്കയിലെ ഒരു മുസ്ലിമിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ?
അങ്ങനെ പറഞ്ഞിട്ടില്ല, കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല, കൊടുക്കുമല്ലോ, കൊടുക്കുന്നില്ലല്ലോ. അങ്ങനത്തെ മുസ്ലിമല്ല. ഇത് നമ്മുടെ NRC-യിൽ പ്രത്യേക അല്ല, NRC-യിൽ ഒരു മതത്തിന്റെ പേര് മാത്രമേ ഉൾപ്പെടുത്താത്തുള്ളൂ, അത് ഇസ്ലാം മതമാണ്. അതിന്റെ പ്രധാന കാരണം മതപരമായ വിവേചനം നേരിട്ട് പുറത്താക്കപ്പെടുന്നവരെന്നുള്ളതാണ് അതിനകത്തുള്ള കണക്ക്. അങ്ങനെ പറയുന്നില്ല, ഉറപ്പ് എടുത്തു വെച്ച് ഇല്ല. മതപരമായ വിവേചനം നേരിടുന്നവർ പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിൽ ഓർക്കുന്നില്ലേ, ഒരു പള്ളി ആക്രമിച്ച് എത്രയോ മുസൽമാന്മാർ മരണപ്പെട്ടു, എത്ര ക്രിസ്ത്യൻസ് മരണപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശ്രീലങ്കയിലെ മതന്യൂനപക്ഷമായ മുസൽമാന് കിട്ടാത്ത അവകാശം, അതായത് ശ്രീലങ്കയിലെ ന്യൂനപക്ഷമായ മുസൽമാന് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കില്ല. ഈ NRC CAA ഇത് വെച്ച് ഈ പൗരത്വം കൊടുക്കാൻ ഇന്ത്യ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യ അനുവദിക്കാതെ പ്രത്യേകിച്ച് പറഞ്ഞാൽ BJP സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് വേണം വെച്ചുവലാഴ്ത്തി പറയാൻ. അങ്ങനല്ല, നമ്മളിത് നിയമം നടപ്പിലാക്കിയത്. ഇപ്പം ഈ പ്രശ്നം വന്നത് പാകിസ്ഥാനിലെ ഹിന്ദുവിൻ്റെ വിഷയത്തിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ CAA NRC വിഷയത്തിലുള്ള ഒരു ചർച്ച നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരേണ്ട കാര്യത്തിൽ വെറുതെ നമ്മൾക്ക് തമ്മിൽ പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ അതൊരു മാറ്ററായിട്ട് കൊണ്ടുവന്ന് നമുക്കൊരു ഫുൾ ഡിബേറ്റിൽ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഡേറ്റാസ് എടുത്ത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മളിവിടെ അടിസ്ഥാനപരമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം BJP ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഇതര സമുദായത്തിന് ദോഷം ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ഞാൻ അതിനെ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ദോഷം ചെയ്യുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായി BJP ഒരു ബുദ്ധി ഉപയോഗിക്കുന്നതിനകത്ത്